അത് ആരംഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിക്ഷേപങ്ങൾ കരുതണമെന്ന്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിക്ഷേപങ്ങൾ കരുതണം. വേണ്ട, നീ പാടണ്ട. പാടി അമ്മച്ചിമാർക്ക് ഈ ബ്രദർ ഈ മരിച്ചവരുടെ പ്രാർത്ഥന പാടിക്കുക, അല്ലെങ്കിൽ തന്നെ മരിച്ചവരുടെ പാട്ട് കേൾക്കണം ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ ഒരു ചേട്ടത്തി വന്നിട്ട് പറഞ്ഞു, ഇത്രയും നാളും എനിക്ക് മരിച്ചവരുടെ ഈ പാട്ടുകൾ ഒന്നും ഇഷ്ടമുണ്ടായില്ല, ഞാൻ അതുകൊണ്ട് ഒരു ശവസംസ്കാര ചടങ്ങിന് പോകാറില്ല. പക്ഷേ ഇപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ ഇത് നല്ല കാര്യമാണെന്നും എനിക്കിപ്പോൾ അതിനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നണം. അങ്ങനെയും ഉണ്ടാകാം. എനിവേ, എനിക്കിഷ്ടമാണ്. കാരണം ഇപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് മുഴുവനും പറഞ്ഞേക്കണത് ഈ മരണശേഷം എന്തുണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ്. അതെന്നാ നമ്മൾ കേൾക്കണ്ടേ? പറയും. മരിക്കണ നേരത്ത് കേട്ടാൽ മതിയോ? അതിപ്പോൾ കേൾക്കണം. നല്ല ചുറിയുറുപ്പുള്ള കാലത്ത്. ഞാൻ പണ്ട് സുവിശേഷ വേല ശക്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറയാം, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ റിട്ടയറാകും, അത് കഴിഞ്ഞിട്ട് തോമസ് പോളെ നിൻ്റെ കൂടെ ഞാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് കർത്താവിൻ്റെ വേല ഈ റിട്ടയർമെൻറ്റുകാരുടെ പണിയൊന്നുമല്ല. ഇതൊരു റിട്ടയർമെൻറ്റ് എന്ത് സർവീസാണ്? എക്സ് സർവീസ് എക്സ് സർവീസുകാരൊക്കെ ചെയ്തോട്ടോ. എന്നാലും ഓരോരുത്തരുടെ ചിന്ത നോക്കി, ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉച്ചിഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ തരാൻ കർത്താവിന്. ഞാൻ ആ വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം. ബാക്കി ഞാനൊക്കെ നല്ല ചുരുക്കുള്ളപ്പം മുതൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങുക നിങ്ങൾ. എന്തിനാണ് ഈ ജോലി? ഞാൻ 20 വർഷം ജോലി ചെയ്ത് ഈ തല മൊട്ടയായി എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് ചെയ്ത 25 വർഷം സ്വർഗത്തിൽ ഭയങ്കര നിക്ഷേപമായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് ഇതാണ്, ഞാൻ മരിക്കണ ദിവസം സ്വർഗത്തിൽ ഭയങ്കര ബഹളം. എന്താ ബഹളം? പത്രോസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു വലിയ ജനാവലി, വലിയ ബാനറുമായിട്ട് ഞങ്ങളുടെ തോമസ് പോൾ വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു വെൽക്കം കൊടുക്കണം. നമ്മുടെ ധ്യാനങ്ങളെല്ലാം കൂടി വചനം കേട്ട് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ ചെന്നേക്കണ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്കൊരു ഫാൻ അസോസിയേഷൻ സ്വർഗത്തിലിട്ട്. അപ്പം ഇവരെല്ലാവരും കൂടി പത്രോസിൻ്റെ അടുത്ത് ചെന്നിട്ട് പത്രോസ് പറഞ്ഞ്, കുഴപ്പമില്ല, ഞാനും വരാം നിങ്ങളുടെ കൂടെ, തോമസ് പോളിന് വരട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങേരോട് വന്നാൽ പറയണം, ഇവിടെ വെറുതെ ഒട്ടനെ തന്നെ നാട്ടിൽ ചെയ്തതിനേക്കാളും കൂടുതൽ ശക്തമായിട്ട് ചൈനയിലേക്ക് പോകണം, ആദ്യം പാകിസ്ഥാൻ, റഷ്യ, ഈ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും സുവിശേഷം ശരിക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒട്ടനെ അത് ആരംഭിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി. ഇപ്പം ഞാൻ ഇവിടെ പാലായിൽ നിന്ന് മാത്രം സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്നുള്ളൂ, കാരണം ഞാൻ മരിച്ചിട്ടില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൽ നിന്നും, ലണ്ടനിൽ നിന്നും, റഷ്യയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, UK നിന്നും ഒരേ സമയത്ത് പ്രഘോഷിക്കാൻ പറ്റും. പറ്റുമോ ഇല്ലയോ? പറ്റും. എന്ത് വേണം? എന്താ മച്ചി ഇപ്പൊ വേഗം മരിക്കാൻ തോന്നുന്നുണ്ടെന്നോണല്ലേ? പേടി മാറും. നമ്മൾ മരണം എന്ന് പറയുന്നത് നേട്ടമാണെന്നൊക്കെ പൗലോസ് പറയണതിന് അർത്ഥം മനസ്സിലായോ? അപ്പൊ അതാണ് ഈശോ പറഞ്ഞത്, ഗോതമ്പ് മണി അങ്ങനെ തന്നെ ഇരുന്നാൽ ഇവിടെ ഇരിക്കലുണ്ടാവുള്ളൂ, എന്നാൽ അത് ചീഞ്ഞാൽ അത് കതിരായി ബലം പുറപ്പെടും. അപ്പോഴാണ് ശരിക്കും ക്രിസ്തീയ ജീവിതം. ഇപ്പൊ മദർ തെരേസയുടെ ആഘോഷത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. മദർ തെരേസ വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ജോൺ പോൾ II ചെയ്യുന്നുണ്ടോ? അൽഫോൻസാമ്മ ചെയ്യുന്നുണ്ടോ? അൽഫോൻസാമ്മ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ മരിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ടോ? ഈ വിശുദ്ധരെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ സാധാരണ ക്രിസ്ത്യാനികളിൽ ഒരുപാട് പേര് വിശുദ്ധരുണ്ട്. വിശുദ്ധരെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശുദ്ധർ തന്നെയാണ്. അപ്പം നമ്മൾ വേറെ ഇതായിട്ട് വിഷമിക്കണ്ട കേട്ടോ. അൽഫോൻസാമ്മയുടെ സിസ്റ്റർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അൽഫോൻസാമ്മയെ കുറിച്ചൊക്കെ എഴുതി
പരത്താനും നാമകരണ ചടങ്ങ് നടക്കാനായിട്ട് വലിയ സഭയുണ്ടായിരുന്നു. നമ്മുടെ കിഴക്കേലെ കൊച്ചുമറിയം 10 പിള്ളേരെയും പെറ്റ് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി അവസാനം ആരും കൂടെ ഇല്ലാതെ മരിച്ചു. ഇതുപോലെ സഹനം എനിക്ക് തോന്നുന്നില്ല അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ വീട്ടമ്മമാർ, നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ അമ്മമാർ സഹിക്കുന്നതും കഷ്ടപ്പാടുകളും ഈ ഉണ്ടാവും കേട്ടോ. അത് വലിയൊരു സഹനമാണോ അല്ലയോ? അവരും അവിടെ വലിയ വിശുദ്ധരായിട്ട് അവിടെ ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ കാണാം. പക്ഷെ നാമകരണം നടക്കണമെന്നുണ്ടെങ്കിലേ ഒരുപാട് കാശ് വേണം. അത് നിങ്ങൾക്കറിയോ? വേണ്ട, അതൊന്നും അറിയണ്ട. വെറുതെ ഒന്നും നാമകരണം നടക്കൊന്നുമില്ല. ഒരു പേജിന് 25 യൂറോ വെച്ച് ചിലവുണ്ട്. ഈ നാമകരണ ചടങ്ങിൻ്റെ പേപ്പർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ തന്നെ ലക്ഷോപലക്ഷം രൂപ വേണം. ഇതാർക്കാ ഉള്ളത്? അത് വലിയ വലിയ കോൺഗ്രിഗേഷനുള്ളൂ. അതുകൊണ്ടായിരിക്കും മദർ തെരേസയുടെ ഇത്ര ഡിലേ ആയെന്ന് എനിക്ക് തോന്നണേ. അത് ആരുടെയും കുറ്റമല്ല. ഇതിൻ്റെ ഈ ഓഫീസ് നടക്കണ്ടേ? അവിടെ കർദിനാളന്മാരും സ്റ്റാഫ് മെമ്പേഴ്സും അവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ ആ ശമ്പളം വലിയൊരു ചെലവാണത്. അതെങ്ങനെ നടക്കും? അപ്പോൾ ആരുടെ നാമകരണമാണോ ചെയ്യണത് അവർ അതിനു വേണ്ടിയുള്ള പേപ്പർ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് കേൾക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഈ ഫീസ് കൊടുക്കാൻ പറ്റാത്ത പാവപ്പെട്ട ഒരമ്മച്ചി ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ അവർ വിശുദ്ധയാണ്, ഇവിടെ പബ്ലിക്കായിട്ടില്ലെന്നുള്ളൂ. വാസ്തവത്തിൽ മദർ തെരേസയും കൊച്ചു തെരേസയും എല്ലാം പ്രാർത്ഥിച്ചത്, അയ്യോ കൊച്ചു തെരേസയൊക്കെ ഞാൻ ആരും അറിയാത്ത ഒരു വിശുദ്ധയാകാനാണ് ആഗ്രഹിക്കണമെന്നാണ് അവരെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവരും കൂടി അവരെ അറിയിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും തന്നെ സ്വർഗത്തിൽ അവരെ പോലെ തന്നെ വിശുദ്ധരാകും. അങ്ങനെ വിശുദ്ധരാകുന്നതിലൂടെ അവിടെ ചെന്ന് RIP റെസ്റ്റ് ഇൻ പീസിന് വേണ്ടി അല്ല പോണത്. അവിടെ പൊരിഞ്ഞ ജോലിയാണ് അവിടെ. പക്ഷെ ഒരു കുശുമ്പില്ല. അതാണൊരു ഗുണം. അവിടെ കുശുമ്പില്ല, ഏഷണിയില്ല, വലുത് ചെറുതെന്നുള്ളതൊന്നുമില്ല. എന്നെ കാണാനായിട്ട് ഔസപിതാവൊക്കെ ഓടി വരുവാണെങ്കിൽ താമസിക്കൊള്ളാം. നമ്മളുടെ അടുത്ത് ഈ വലിയ വലിയ വിശുദ്ധരൊക്കെ തോളോട് തോളും ചേർന്ന് ഇങ്ങനെ വരും. നമ്മൾ അപ്പോഴാണ് സന്തോഷം ഉണ്ടാവണം. എൻ്റെ കർത്താവ് കുറേ നേരത്തെ വരായിരുന്നല്ലോ ഇവിടെ. സന്തോഷമാണോ? അപ്പോൾ മരിക്കാൻ സന്തോഷമാണോ? അപ്പോൾ മരണം എന്നത് സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്കുള്ള പ്രവേശനം മാത്രമല്ല. പറഞ്ഞു വരുന്നത് ഇതാണ്, ഇത് അക്ഷയമായ ഒരു നിധിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചാൽ, കൊച്ചു തെരേസ്യ ഈ ലോകത്തിൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ കൊച്ചു തെരേസ്യ ഇങ്ങനെ പറയുമായിരുന്നു, ഒരുപാട് എല്ലാവരും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തോട് സംസാരിക്കും. ഇത്രയുള്ള വ്യത്യാസം. കൊച്ചു പറയുന്നത് ഞാൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു, മറ്റനേകം പേര് ദൈവത്തെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന ആ ജ്ഞാനം അത് നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ അതാണ് അക്ഷയമായ നിധി. ആ അക്ഷയമായ നിധി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വെറുതെ ഇരുത്തില്ല. ഇപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. എനിക്കൊരു ദിവസം പോലും വിശ്രമമില്ല. ഈ ധ്യാനം ഇത് 22-ാം തീയതി കഴിഞ്ഞു. ഞങ്ങൾ എറണാകുളത്ത് പോയാൽ അപ്പം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. 24-ാം തീയതി രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് ക്യാമ്പസിൽ 5 ദിവസത്തെ ധ്യാനമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോകാം, നേരെ വരാവുന്നതാണ്. ഒരു രജിസ്ട്രേഷനും വേണ്ട. 24-ാം തീയതി രാവിലെ 9 മണിക്ക് മാർ ഇവാനിയോസ് കോളേജ് കോമ്പൗണ്ടിൽ ധ്യാനമുണ്ട്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് അതിനടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഫോറിനിൽ പോയി അവിടെ ഓരോ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടുത്തെ സൈറ്റ് സീയിങ്ങിനൊന്നും സമയമില്ല. എല്ലാവരും ബ്രദർ അവിടെയൊക്കെ കാണാൻ. ഞാൻ ഒരു സൈറ്റ് സീയിങ്ങിനും ഇന്നേവരെ പോകാൻ പറ്റിയിട്ടില്ല.
പിൽഗ്രിമേജിനും പോകാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും ഈ വചനം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ ജ്ഞാനം നമ്മൾ കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ ജീവിതത്തിന് ശേഷം നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മൾ നിത്യമായ ഒരു ജീവിതത്തിൽ നിരവധി പ്രവർത്തനമാണ്, സാധ്യതകളാണുള്ളത്. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച് യേശുവേ സ്തോത്രം.